കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണ് വിശ്വാസം. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാവുന്ന വാക്യമാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. എന്നാൽ നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം എന്താണ്? അതല്ല സാധാരണ ഇന്ന് നമ്മൾ കേൾക്കുന്ന വിശ്വാസം എന്തിനു വേണ്ടിയുള്ള വിശ്വാസമാണ്, എന്ത് വിശ്വാസമാണ്, ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അപ്പൊ ഇത് നമ്മൾ പൗലോസ് ഈ കാര്യങ്ങൾ എബ്രായ ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്താനുള്ള കാരണം നമ്മളത് മറന്നു പോകരുത്. അവര് അവര് സ്വഭാവത്താൽ, അവര് ജനനത്താൽ അവര് ഇസ്രായേലരാണ്, അബ്രഹാമിന്റെ മക്കളാണ്. അവർ എബ്രായ പാരമ്പര്യമുള്ളവരാണ്. എബ്രായ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ മോശയുടെ ന്യായപ്രമാണമാണ്. അപ്പോൾ മോശയുടെ ന്യായപ്രമാണം വിട്ട് യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയിലേക്ക് കടന്നു വന്നവർ പിന്നെയും അവർ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് അതിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പ്രബോധിപ്പിക്കുന്ന, അവരെ യഥാർത്ഥ സത്യം ഗ്രഹിപ്പിക്കാൻ വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ് ഇതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ പശ്ചാത്തലത്തിൽ തന്നെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെ ചിന്തിക്കാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസം എന്ന് ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം ദൈവം മനുഷ്യനെ നീതീകരിക്കുന്നത് പ്രവൃത്തികളാലല്ല, വിശ്വാസത്താലാണ് എന്ന് നാം ഇന്ന് അറിയുന്നത് പോലെ ഒരു പക്ഷേ അവര് അന്നത് ആ അറിവ് കുറവുകൊണ്ട് അല്ലെങ്കിൽ പോലും അത് അനുസരിക്കാൻ വിസമ്മതിച്ചിരുന്നത് കൊണ്ട് അപ്പോസ്തലൻ പറയുന്നു വിശ്വാസം എന്ന് ആവർത്തിച്ച് പറയുന്നു. എന്നിട്ട് 11-ാം അധ്യായത്തില് ആ കാര്യം പറഞ്ഞതിന് ശേഷം ഒരു 7 വ്യക്തികളുടെ കാര്യം, ഹാബേൽ മുതൽ ഉള്ള ഒരു 7 വ്യക്തികളുടെ കാര്യം അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. ഹാബേല് വിശ്വാസത്താൽ ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ചു. അതിനുശേഷം പിന്നെ ഹാനോക്കിനെ കുറിച്ച് പറയുന്നു. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. പിന്നെ പെട്ടകം തീർത്ത നോഹയെ കുറിച്ച് പറയുന്നു. അതിനുശേഷം 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്ര ആകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. നമുക്കിന്ന് ഈ 8-ാം വാക്യം ഒരാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്ര ആകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാം കൽദയ പട്ടണമായ ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപേ മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോവനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് നാം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പൊ അന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നീ നിന്റെ പിതൃമക്കളെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാം യാത്ര ചെയ്തു. അബ്രഹാം യാത്ര ചെയ്യുമ്പോൾ താൻ എവിടേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായ ആ സ്ഥലത്തിന്റെ പേരോ അഡ്രസ്സോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ബോധ്യം അബ്രഹാമിന് കിട്ടിയിരുന്നില്ല. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം ഇങ്ങനെ പറയാനാണ് സാധ്യത, ദൈവം എന്നെ ഒരു സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന്. അങ്ങനെ അബ്രഹാം അവിടെ നിന്ന് പിതൃമക്കളെയും ചാർച്ചക്കാരെയും എല്ലാം വിടണമെന്ന് പറഞ്ഞിട്ട് പലരെയും വിടാതെ തന്നെ അബ്രഹാം അബ്രഹാമിന്റെ കൂടെ ലോകത്ത് പുറപ്പെട്ടിരുന്നു. അബ്രഹാമിന്റെ പിതാവ് അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം കാണുന്നു. അങ്ങനെ അത് ദൈവത്തിലുള്ള വിശ്വാസത്താണ് അബ്രഹാം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത്. അവിടെ വിശ്വാസത്താൽ തനിക്ക് അവകാശമായിട്ട് കിട്ടാനിരിക്കുന്ന ദേശത്തേക്കാണ് അബ്രഹാം യാത്ര പുറപ്പെട്ടത്. അത് ആ ദൈവത്തിന്റെ വിളി അബ്രഹാം അനുസരിച്ചു. അത് അബ്രഹാം അനുസരിച്ചത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. ദൈവം വിശ്വസ്തനാണെന്നും ദൈവം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുമെന്നും ഉള്ള ബോധ്യം അബ്രഹാമിന് ദൈവത്തിന്റെ വെളിപ്പാടിനാൽ അബ്രഹാമിന് ലഭിക്കുന്നുണ്ടായി. കാരണം അബ്രഹാമിന്റെ ദൈവം വെളിപ്പെട്ടത്
അബ്രഹാമിന് തേജോമനായ ദൈവമായിട്ട് വെളിപ്പെട്ടു എന്ന് മാത്രമല്ല, പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. മോശ ചോദിക്കുന്നു, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുത്ത് എന്നിട്ട് ആര് എന്നെ അയച്ചു എന്നാണ് പറയേണ്ടത്? അവരുടെ ഒരു ദൈവത്തിന്റെ പേര് അല്ലെ, ഏത് ദൈവമാണ് എന്നെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചതെന്ന് അവരെന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് അവരോട് മറുപടി പറയേണ്ടത് എന്ന് ദൈവത്തോട് മോശ ചോദിക്കുമ്പോൾ മോശയോട് ദൈവം അതിന് മറുപടിയായിട്ട് പറയുന്നത്, ഞാൻ ആകുന്നവൻ ഞാനാകും. അത് മാത്രമല്ല, ഞാൻ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ യഹോവ എന്ന നാമത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല, ഞാൻ യഹോവയാകും. അപ്പോ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അബ്രഹാമിന് ഒരു കാര്യം അറിയാം, തന്നെ വിളിച്ച ദൈവം സർവശക്തനാണ്. തന്നെ വിളിച്ച ഏത് കാര്യവും സാധ്യമാക്കി തരത്തക്ക രീതിയിലുള്ള ശക്തിയുള്ള ശക്തനായ ദൈവമാണ് തന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു. ആ ബോധ്യം ഇസാക്കിനോട് യാക്കോബിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമായിട്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ യഹോവ നാമത്തെ പ്രത്യക്ഷമായില്ല. അപ്പൊ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ട സർവശക്തിയുള്ള ദൈവമായിട്ടാണ്. അതുകൊണ്ട് ആ ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. വിശ്വാസത്താൽ താൻ എവിടേക്ക് പോകുന്നറിയാതെ അബ്രഹാം പുറപ്പെട്ടു. 9ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിന്റെ കൂട്ടവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം കനാനിൽ എത്തി. അബ്രഹാം കനാനിൽ എത്തിയത് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ, അബ്രഹാം കനാനിലെത്തി. മിസ്രൈം ദേശത്തായിരുന്ന അബ്രഹാമിന്റെ 4ാം തലമുറക്കാരും കനാനിലെത്തി. മിസ്രൈമിൽ പെസഹയും ചുവർത്തളയും ആചരിച്ച് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മോശ മുഖാന്തരം വിടുവിച്ച് കൊണ്ടുവന്ന എല്ലാവരും ചെങ്കടൽ കടന്ന് മരുവിൽ കൂടെ 40 വർഷത്തിന് ശേഷം കനാനിലെത്തി. എന്നാൽ അന്ന് മോശ മുഖാന്തരം വിടുവിച്ച് കൊണ്ടുവന്ന 21 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന ആരും കനാനിൽ എത്തിയില്ല എന്നുള്ള കാര്യം നാം കാണുന്നുണ്ട്. അപ്പം ഈ മോശ മുഖാന്തരം വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം കനാനിലെത്തി. അബ്രഹാം കനാനിലെത്തിയതും തമ്മിൽ ഒരു നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ഒരു വ്യത്യാസം കാണാൻ കഴിയും. കാരണം അബ്രഹാം കനാനിലെത്തിയത് ചെങ്കടൽ കടന്നിട്ടല്ല, ചെങ്കടൽ വഴിയായിട്ടല്ല അബ്രഹാം കനാനിലെത്തി, വേറെ വഴിയായിട്ടാണ്. എന്നാൽ ഇസ്രായേൽ ജനം കനാലിലെത്തിയത് ചെങ്കടൽ കടന്നിട്ടാണ്. അപ്പൊ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നിട്ട് എത്താനുള്ള കാരണത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ യുദ്ധം കാണുമ്പോൾ പേടിച്ചിട്ട് വല്ലാത്ത പ്രയാസത്തിലാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ആണ് അവരെ ആ അബ്രഹാം പോയ വഴിയെ വേണമെങ്കിൽ കനാലിലെത്താൻ കഴിയുമായിരുന്നു. ആ വഴി പോവാണ് ചെങ്കടൽ കടക്കുക വേണ്ടായിരുന്നു. എന്നാൽ ആ വഴി ദൈവം അവരെ വിടാതിരുന്നു. ആ വഴിയിൽ അനവധിയായ യുദ്ധങ്ങളുണ്ട്. അപ്പൊ ആ യുദ്ധങ്ങൾ കണ്ട് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ തിരിച്ചു പോകാനോ അല്ലെങ്കിൽ പതറിപ്പോകാനോ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ദൈവം കണ്ടിട്ടാണ് അവര് മോശ മുഖാന്തരം ചെങ്കടൽ വിഭാഗിച്ച് അതിൽ കൂടെ നടത്തിയത്. എന്നാൽ അബ്രഹാം ചെങ്കടൽ വിഭാഗിച്ചല്ല കനാലിലെത്തിയത്. അബ്രഹാം വേറെ വഴിയിൽ കൂടെയാണ് കനാലിലെത്തിയത്. എങ്ങനായാലും അബ്രഹാം കനാലിലെത്തി. അവിടെ എഴുതിയിരിക്കുന്നത് വാഗ്ദത്ത ദേശത്ത് ചെന്നു. അവിടെ അബ്രഹാം പാർത്തത് ഒരു അന്യദേശത്തെന്ന പോലെയാണ്. അന്യദേശത്ത് പാർക്കുക എന്ന് പറഞ്ഞാല്, ഇപ്പോ നമ്മളും പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇവിടെ അന്യരാണ്, പരദേശികളാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടാറുണ്ട്, പറയാറുണ്ട്. അല്ലെങ്കിൽ അന്യദേശക്കാരന്റെ ഒരു മട്ടും ഭാവമൊക്കെ ഒന്ന് വേറെ തന്നെ. നമ്മളിപ്പോ നമ്മുടെ വീടുകളിൽ അല്ലെ നമ്മുടെ ടൗണില് അല്ലെ നമ്മുടെ ചുറ്റുപാടുകളിൽ എവിടെയെങ്കിലും ഒരു അന്യദേശക്കാരനെ കാണുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവനെ തിരിച്ചറിയാൻ കഴിയും. അവൻ ഇവിടുത്തുകാരനല്ല, അവൻ അന്യദേശക്കാരനാണ്. കാരണം അവന്റെ ഡ്രസ്സിങ്ങിൽ വ്യത്യാസമുണ്ട്, അവന്റെ സംസാരത്തിൽ വിശ്വാസമുണ്ട്, അവന്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ഒരു അന്യദേശക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ
പ്രഥമ ദൃഷ്ടിയ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ അവനെ കണ്ടാൽ മനസ്സിലാവും ഇവൻ ഇവിടുത്തുകാരനല്ല. നമ്മളും പറയാറുണ്ട് നമ്മൾ ഇവിടുത്തുകാരല്ലെന്ന് നമ്മൾ അവകാശപ്പെടാറുണ്ട്. എന്നാൽ ഞാൻ നമ്മളുടെ ഉത്സാഹത്തിന് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളെ നോക്കിയിട്ട്, നമ്മളെ കണ്ടിട്ട്, നമ്മുടെ സംസാരം കേട്ടിട്ട്, നമ്മുടെ കാഴ്ചപ്പാട് കണ്ടിട്ട്, നമ്മുടെ പ്രവർത്തന രീതി കണ്ടിട്ട്, നമ്മുടെ ഈ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ കണ്ടിട്ട് എപ്പോഴെങ്കിലും മറ്റാർക്കെങ്കിലും ഇവൻ ഈ ഈ ലോകക്കാരനല്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റം, ഒരു മനോഭാവം, ഒരു സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാകാറുണ്ടോ, പ്രത്യക്ഷമായിട്ടുണ്ടോ, പ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന് നാം നമ്മളെ തന്നെ ഒരു നിമിഷം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ ഈ ദേശക്കാരെ നമ്മൾ പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ പോലെ തന്നെയാണ് നമ്മളും മിക്കപ്പോഴും പ്രതികരിക്കുന്നത്. ഈ ലോകത്തുള്ള സാധാരണ മനുഷ്യർ കോപിക്കാറുണ്ട്. നമ്മളും എപ്പോഴും അല്ലെങ്കിലും കോപിക്കാനുള്ള സാധ്യതകൾ കോപിക്കാനുള്ള വളരെ ശക്തമായ അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ കോപിക്കാറുണ്ട്. ഈ ലോകത്തിലുള്ള ആളുകൾ പണത്തിന് വേണ്ടി ദ്രവ്യാഗ്രഹികളായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിലും നമുക്കും പണത്തോടുള്ള താല്പര്യം ഒട്ടുമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളും അത് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലുള്ള മാതാപിതാക്കള് അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവർ വലുതാകുമ്പോൾ അവര് നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, ഇപ്പോഴത്തെ കാഴ്ചപ്പാടനുസരിച്ച് വിദേശത്തൊക്കെ പോയി ജോലി നോക്കുന്നവരോ അല്ലെ വിദേശത്ത് യൂറോപ്യൻ നാടുകളിലൊക്കെ സെറ്റിൽ ചെയ്യുന്നവരൊക്കെ ആയിത്തീരണം എന്നുള്ള താല്പര്യമാണ് നമുക്കുള്ളത്. ഈ ലോകക്കാർക്കും അതേ താല്പര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ താല്പര്യം, നമ്മുടെ ജീവിതം കണ്ടിട്ട് അബ്രഹാമിനെ കണ്ടിട്ട് അവിടെ ഉള്ളവർ പറയുമായിരുന്നു, അബ്രഹാം തന്നെ അത് പ്രകടിപ്പിക്കുമായിരുന്നു, ഞാൻ ഈ ദേശക്കാരനല്ല, ഇവിടുത്തുകാരനല്ല. ആദ്യം തന്നെ അബ്രഹാം ഒരു വീട് തന്നെ നോക്കിയാൽ മതി. ആ കാലത്ത് എല്ലാവരും താമസിച്ചിരുന്നത് കൂടാരങ്ങളിലല്ലായിരുന്നു. എന്നാൽ അബ്രഹാം താമസിച്ചത് കൂടാരത്തിലാണ്. അതിൽ നിന്ന് തന്നെ കാണുന്നവർക്കറിയാം ഇവൻ എന്നാ ഈ ചെറിയ കൂടാരത്തിലേക്ക് താമസിക്കുന്ന. അബ്രഹാമിന്റെ ചോദിച്ചാൽ പറയും, ഞാൻ ഇവിടുത്തുകാരനൊന്നുമല്ല, ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വഴിപോക്കനാണ്, ഞാൻ ഒരു കുറഞ്ഞ സമയത്തേക്ക് മാത്രം ഇവിടെ താമസിക്കുന്നു, എനിക്ക് ഈ ചെറിയ കൂടാരം മതി. അത് ഇത്ര ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കൂടാരം പൊളിഞ്ഞു പോകുമായിരിക്കും, അല്ലെ ഞാൻ ഈ കൂടാരം വിട്ടിട്ട് പോകുമായിരിക്കും. അതുകൊണ്ട് എനിക്ക് വലിയ വീടൊന്നും വേണ്ട, എനിക്ക് വലിയ മണിമാളികളോ സൗധങ്ങളോ അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴി ഒരു തലയായിക്കണം, അത് മതി എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അബ്രഹാമിന്റെ മറ്റുള്ളവരുടെ മുമ്പിൽ. അബ്രഹാം അങ്ങനെ ആയിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം ഈ അബ്രഹാമിന്റെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് നമ്മൾ എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്, ഞാനിവിടെ അന്യരും പരദേശിയും ആണോ അതോ ഞാൻ ഇവിടുത്തുകാരൻ തന്നെ ആണെന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ദൈനംദിന ജീവിതവും നമ്മുടെ കാഴ്ചപ്പാടും എന്ത് പറയുന്നു എന്ന് നാം നമ്മൾ തന്നെ വിലയിരുത്തും. അവിടെ അബ്രഹാം താമസിച്ചത് കൂടാരങ്ങളിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൂടാരങ്ങളിൽ താമസിക്കണം, അല്ലെ ചെറിയൊരു ഓലപ്പര ഉണ്ടാക്കാൻ താമസിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന് താല്പര്യം. ദൈവം നമുക്ക് പ്രാപ്തി തരുന്നതിനനുസരിച്ച് നല്ല വീടുകൾ ഉണ്ടാക്കി താമസിക്കുന്നതിൽ അപാകത ഉണ്ടെന്നുമല്ല. പക്ഷെ നമ്മുടെ മനോഭാവത്തിൽ ആ വ്യത്യാസം ഉണ്ടായാൽ നല്ലതാണ് പറഞ്ഞ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോ അബ്രഹാം താമസിച്ചപ്പോ അബ്രഹാം മാത്രമല്ല, അബ്രഹാമിന്റെ ഇസാക്കും യാക്കോബും ഇവരും ഈ ദേശത്തിന് വാഗ്ദത്തം കിട്ടിയവരാ. അബ്രഹാമിനോട് ദൈവം പറയുമ്പോ, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഇത് ശാശ്വത അവകാശമായി തരുമെന്നായിരുന്നു. അപ്പോൾ അബ്രഹാമിന് കിട്ടിയ വാഗ്ദത്തം അബ്രഹാമിന് മാത്രമല്ല, അബ്രഹാമിന്റെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ ആ അവകാശം കിട്ടിയ ആ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ അബ്രഹാം ഇവരെല്ലാവരും ഈ കൂടാരങ്ങളിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് ഇരുന്നത്. അവിടെ ഈ കൂടാരത്തിൽ താമസിക്കുമ്പോൾ അവരുടെ നോട്ടം ഈ കൂടാരത്തിലല്ല, അവരുടെ നോട്ടം അവർ നോക്കിയിരുന്നത് ദൈവശില്പിയായി നിർമ്മിക്കുന്ന അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടിയായിരുന്നു. അബ്രഹാമിന്റെ മക്കൾ ചോദിക്കാൻ, നമുക്ക് വീടൊക്കെ ഒന്ന് പുതുക്കി പണിയണ്ടേ, വലിയ വീടാക്കണ്ടേ,
നമ്മുടെ ആളുകളൊക്കെ കുറച്ച് വർദ്ധിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാവർക്കും ബെഡ്റൂം വേണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാം ഇങ്ങനെ മറുപടി പറയുന്നത് ഞാൻ എന്റെ ഭാവനയിൽ കാണുന്നു. അവരുടെ മക്കളെ, നമ്മൾ ഇവിടുത്തുകാരൊന്നുമല്ല, നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് താമസിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ആ ദൂരെ കാണുന്ന അത് അങ്ങ് അകലെ നിങ്ങൾ കണ്ണു കയറ്റി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ മനോഹരമായ ഒരു പട്ടണം ഉണ്ട്. നിങ്ങളൊന്ന് തലപൊക്കി കണ്ണു കയറ്റി നോക്കി അത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ എന്ന് അബ്രഹാം തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഭാവനയെ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോകത്തിലെ അവരുടെ അവസ്ഥകള് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, തട്ടിച്ച് നോക്കുമ്പോൾ അത് ഏറെയോ കുറയോ എന്നുള്ള യാതൊരു വിധമായ മാനസികമായ പ്രയാസങ്ങൾ അവർക്കില്ലായിരുന്നു. അവർ യാത്രക്കാർ. അവർ തൽക്കാലത്തേക്ക് മാത്രം ഇവിടെ വന്ന് ഒരു വഴിയമ്പലത്തിൽ തങ്ങുന്ന പോലെ തങ്ങി ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി അവര് യാത്ര ചെയ്യുന്നവരായിരുന്നു. ആ യാത്രയുടെ ഇടയിൽ താൽക്കാലികമായി മാത്രം കൂടാരം അടിച്ച് അവരിവിടെ താമസിച്ചിരുന്നു. അബ്രഹാമിനെ കുറിച്ച് അങ്ങനെ എഴുതി. അബ്രഹാം ഇനി 10ാമത്തെ വാക്യത്തില് അതുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അതിന് അടുത്തത് സാറയെ കുറിച്ച്. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണിയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അബ്രഹാം മാത്രമല്ല, അബ്രഹാമിന്റെ ഭാര്യയായ സാറായിക്കും ദൈവത്തെക്കുറിച്ച് വളരെ ശക്തമായൊരു മനോബോധം ഉണ്ടായി. സാറ പറയുന്നു, സാറയെ കുറിച്ചുള്ള കമന്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സാറായും വാഗ്ദത്തം ചെയ്തതിന് വിശ്വസനം എണ്ണി. തന്നോട് പറഞ്ഞത് ആരാണ് എന്നുള്ള ആ മനോബോധം അബ്രഹാമിനെ പോലെ തന്നെ സാറായോട് പറഞ്ഞത് സാധാരണ ആരെങ്കിലുമല്ല, അത് പറഞ്ഞത് ചെയ്യാൻ തക്ക ശക്തനാണ് തന്നോട് പറഞ്ഞത്. ആ ദൈവത്തിൽ സാറ വിശ്വസിച്ചു. അതുകൊണ്ട് സംഭവിച്ച പ്രായം കഴിഞ്ഞിട്ടും മക്കൾ ഉണ്ടായിന്നല്ല, പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. മക്കൾ ജനിക്കാൻ ഒരു സ്ത്രീക്ക് എന്തെല്ലാം ശക്തിയാണോ, എന്തെല്ലാം ശാരീരിക അവസ്ഥകളാണോ വേണ്ടത്, ആ എല്ലാ ശാരീരിക അവസ്ഥകളും ഈ സാറായ്ക്ക് കിട്ടി. അങ്ങനെ പുത്രന്മാർ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, അല്ലെ മോനുണ്ടായി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ പ്രായം കഴിഞ്ഞിട്ടും മോനുണ്ടായി എന്നല്ല. പ്രായം കഴിഞ്ഞു, ശരിയാണ്. പക്ഷെ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. അപ്പൊ പ്രായം കഴിഞ്ഞിട്ട് പുത്രൻ ഉൽപ്പാദിപ്പിക്കാൻ എന്താണോ വേണ്ടത്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഈ സാറായ്ക്ക് ലഭിച്ചു. അതിന്റെ കാരണം വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ ദൈവത്തിലുള്ള വിശ്വാസം എന്നുള്ള സബ്ജക്റ്റിനാണ് അപ്പോസ്തലൻ ഇവിടെ വളരെ ഊന്നൽ കൊടുക്കുന്നത്. അങ്ങനെ പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. 12ാമത്തെ വാക്യം, അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവര് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. 12ാമത്തെ വാക്യം പറയുന്നത്, അങ്ങനെ പുത്രോത്പാദനത്തിന് സാറായിക്ക് ശക്തി ലഭിച്ചത് കൊണ്ട് സംഭവിച്ച കാര്യം, അബ്രഹാം ഒരുവന് മൃതപ്രായനായവര് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. അപ്പോ ആകാശത്തിൽ നമുക്കിവിടെ ഒരു വിരോധാഭാസം പോലെ തോന്നുന്നൊരു കാര്യമുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ദൈവം തന്നെ പറഞ്ഞു, നിനക്ക് ഇത് എണ്ണാൻ പറ്റുമല്ലോ, എണ്ണിക്കോ എന്ന് പറഞ്ഞാല് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ അബ്രഹാമിന് കഴിയത്തില്ല എന്ന സത്യം ദൈവത്തിന് അറിയാം. അതുപോലെ തന്നെ കടൽപ്പുറത്തെ മണൽത്തരി എണ്ണി തീർക്കാൻ അബ്രഹാമിന് കഴിയത്തില്ല എന്നുള്ള ബോധ്യവും ദൈവത്തിനുണ്ട്. അപ്പൊ ആ അസംഖ്യമായ, ആർക്കും എണ്ണാൻ പറ്റാത്ത ഈ തലത്തിൽ, അല്ലെങ്കിൽ എണ്ണിത്തീർക്കാൻ കഴിയാത്ത അത്രയ്ക്ക് സന്തതി ജനിക്കുമുണ്ടാകും എന്നാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം ഏകവചന പറയുന്നു.
നിനക്ക് സന്തതികളെന്നല്ല സന്തതി എന്ന ഏകവചനം പറഞ്ഞു. ഇതെന്താണ് എന്ന് നമ്മൾ ഗലാത്യയിലെ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ എഴുതി, നമ്മുടെ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ എന്ന് നമ്മൾ ഗലാത്യയിലെ വായിക്കുണ്ടായി. ഇവിടെ അതിന് എഴുതിയിരിക്കുന്നു, അങ്ങനെ സന്തതി എന്ന് വെച്ചാൽ ആകാശത്തിലെ എണ്ണിക്കൂട്ട ആർക്കും എണ്ണാൻ പറ്റാത്ത അത്ര കോടാനുകോടി നക്ഷത്രങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഏകവചനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സന്തതി എന്നാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവാണെന്ന് ഗലാത്യയിലെ വായിക്കുന്നു. അപ്പോൾ ഇവിടെ അബ്രഹാമിനെ ദൈവം കൂടാരത്തിൽ നിന്ന് പുറത്തിറക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിനെ ദൈവം ഈ നക്ഷത്രങ്ങളെ കാണിച്ചത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പൊ നക്ഷത്രങ്ങളെ കാണുന്നത് രാത്രി സമയത്താണല്ലോ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നത്. പകൽ സമയത്ത് നമ്മൾ നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു രാത്രിയിലാണോ അബ്രഹാമിനെ ദൈവം കൂടാരത്തിന്റെ പുറത്തിറക്കി കൊണ്ടുവന്നിട്ട് ഈ നക്ഷത്രങ്ങൾ കാണിച്ചത്? ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഈ അബ്രഹാമിനെ എണ്ണിക്കൂടാത്ത ഈ നക്ഷത്രങ്ങൾ ദൈവം കാണിക്കുമ്പോൾ അബ്രഹാം മെസൊപ്പൊട്ടേമിയയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ട് ഇത് കാണുമ്പോൾ ഈ ലോകത്തിന്റെ ഈ ആകാശത്തിലുള്ള എല്ലാ നക്ഷത്രവും കാണാൻ പറ്റുമോ എന്ന് മാത്രമല്ല, ഇപ്പോൾ പോലും ശാസ്ത്രജ്ഞന്മാര് പുതിയ പുതിയ ഗാലക്സികള് നക്ഷത്ര സമൂഹങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ആ നക്ഷത്രങ്ങളൊക്കെ അബ്രഹാം കാണാൻ കഴിഞ്ഞിരുന്നോ എന്നെല്ലാം ഉള്ള രീതി ചിന്തകൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ വന്നേക്കാം. ഇത് കാണിച്ചു കൊടുത്ത ദൈവമാണ്. ഈ ആകാശ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്ത ദൈവമാണ്. ദൈവം ഇത് അബ്രഹാമിന് കാണിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ധാരണയും എൻ്റെ വിശ്വാസവും ദൈവം ഏതെല്ലാം നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയിരുന്നോ, എത്ര കോടി നക്ഷത്രങ്ങളെ ദൈവം ഉണ്ടാക്കിയിരുന്നോ, ആ നക്ഷത്രങ്ങളെ മുഴുവനും തീർച്ചയായിട്ടും ദൈവം അബ്രഹാമിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് പറയുന്നത് നിന്റെ സന്തതി ഇവണ്ണമാകും. എന്നിട്ട് പിന്നെ കടൽപ്പുറത്തെ മണലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വളരെ അജഗജാന്തരം എന്നൊക്കെ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും വ്യത്യാസമുണ്ട്. കാരണം കടൽപ്പുറത്തെ മണല് ആർക്ക് വേണമെങ്കിലും ചവിട്ടാൻ പറ്റും. അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കടൽക്കരയിലെ മണലിൽ കൂടെ തന്നെ നമ്മൾ നടക്കുന്നു, എല്ലാവരും മുകളിൽ കൂടെ നടക്കുന്നു. എന്നാൽ ആകാശത്തിലെ നക്ഷത്രം എന്ന് പറയുന്നത് ആർക്കും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എത്രയോ കോടാനുകോടി മൈലുകൾക്ക് അപ്പുറത്താണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, അത് ആർക്കും ഒരു മനുഷ്യൻ ഏറ്റവും നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യന്റെ തന്നെ ദൂരം ഏകദേശം 15 ലക്ഷം മൈലാണ്. എന്നുവെച്ചാൽ സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ എത്തുന്നത് ഏകദേശം 8 സെക്കൻഡ് കൊണ്ടാണ്. പ്രകാശത്തിന്റെ വേഗത 1 സെക്കൻഡിൽ 1,86,000 കിലോമീറ്ററാണ്. അങ്ങനെ അത്ര വേഗത്തിൽ പ്രകാശം സഞ്ചരിച്ചിട്ട് 8 സെക്കൻഡ് കൊണ്ടാണ് ഈ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാകുന്ന ഈ സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ എത്തുന്നത്. അപ്പം ബാക്കിയുള്ള നക്ഷത്രങ്ങൾ ഒക്കെ എത്രയോ കോടാനുകോടി മൈലുകൾക്കപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കാണിച്ചിട്ട് ദൈവം പറയുന്നത്, അല്ലെ അബ്രഹാമിനോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സന്തതി കൊണ്ടമാകും. അങ്ങനെ ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത അത്ര കോടാനുകോടി നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് ഏകവചനം പറയുന്നു. ഇതെന്താണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ വാക്കുകളിൽ ഇങ്ങനെ എഴുതി, അങ്ങനെ പലരായി നാം ക്രിസ്തുവിൽ ഒന്നത്രേ. ക്രിസ്തുവിൽ ഏത് മനുഷ്യനും ക്രിസ്തുവിലാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും ആയിരിക്കുന്ന ക്രിസ്തുവിലാണ്. ക്രിസ്തുവിന്റെ പുറത്തല്ല, ക്രിസ്തുവിലാണ്. ദൈവത്തിന് നമ്മുടെ മുമ്പേ ഇതിന് മുൻപ് ഒരിക്കൽ പറഞ്ഞതാണ്, ദൈവത്തിന്റെ മുൻപാകെ 2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അത് ഒന്ന് ആദാമാണ്, മറ്റേത് ക്രിസ്തുവാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും ആയിരിക്കുന്നത് ഒന്നുകിൽ ആദാമിലാണ് അല്ലെങ്കിൽ ക്രിസ്തുവിലാണ്. നാമും ഒരു കാലത്ത് ആദാമിൽ തന്നെ ആയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ നമ്മളെ ക്രിസ്തുവിലേക്ക് മാറ്റുവാൻ ദൈവത്തിന് കരുണ. അങ്ങനെ നാം ഇപ്പോൾ ക്രിസ്തുവിലാണ്. ലോകത്തിൽ എണ്ണിക്കൂടാൻ കഴിയാത്ത, ആർക്കും എണ്ണാൻ പറ്റാത്ത
കോടാനുകോടി ആളുകൾ, വ്യക്തികൾ, മനുഷ്യര് ക്രിസ്തുവിലുണ്ട്. ഇത് നമ്മൾ കാണുന്ന വെളിപ്പാട് പുസ്തകത്തിൽ. വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നു, ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരം. ആർക്കും എണ്ണാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, എണ്ണാൻ കഴിയത്തില്ല. അങ്ങനെ ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരം നമ്മൾ വായിക്കും. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചതിന്റെ താല്പര്യം, ഒരു മൃതപ്രായനായ അബ്രഹാമിന് ഇങ്ങനെ ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത സന്തതി ഉണ്ടായി. അതിന്റെ കാരണം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനാണെന്ന് സാറായി വിശ്വസിച്ചു. അങ്ങനെ അതുകൊണ്ട് ഈ സന്തതി ജനിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതിന്റെ 13-ാമത്തെ വാക്യം, ഇവരെല്ലാവരും പറഞ്ഞ മോളിൽ 7 വ്യക്തികളുടെ കാര്യം പറഞ്ഞു. ഇവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞിട്ട് വിശ്വാസം പറ്റും. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും നമ്മൾ മുമ്പ് ചിന്തിച്ച അതേ കാര്യം തന്നെ പിന്നെയും ഇവിടെ പറയുന്നു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞു. അവരുടെ രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുക എന്ന വെറും വാക്കല്ല, അവരുടെ ജീവിത ശൈലി അങ്ങനെയായിരുന്നു. ഇവിടെ ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മുടെ ജീവിത ശൈലി കണ്ടിട്ട് ഈ ലോകത്തിലുള്ളവർ എന്ത് പറയുന്നു? ഈ ലോകത്തിലുള്ളവര് ഇവിടുത്തുകാരൊന്നുമല്ല. അവരുടെ വേഷ സംവിധാനം കണ്ടാൽ, അവരുടെ ഡ്രസ്സിങ് കണ്ടില്ലേ, അവർ ഇവിടുത്തുകാരല്ല. ഇവിടുത്തുകാരാണെങ്കിൽ ഇരിക്കാനൊന്നും അല്ലല്ലോ ഡ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ സംസാരം കേട്ടില്ലേ, അവർ ഇവിടുത്തുകാരല്ലോ, ഇവിടുത്തുകാരാണെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു വ്യത്യാസം നമ്മളുടെ സംസാരത്തിലും മനോഭാവത്തിലും നമ്മുടെ ഡ്രസ്സിങ്ങിലും ഔട്ട്വേർഡ് അപ്പിയറൻസ്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള, ഭാവിയെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഈ ലോകക്കാരെ പോലെ തന്നെയാണെങ്കിൽ നമ്മുടെ അവകാശവാദം പൊള്ളയാണ്. നമ്മൾ ഇവിടുത്തുകാർ തന്നെയാണ്. ഇവിടുത്തുകാരല്ലെങ്കിൽ ഇതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടുത്തുകാരല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾ കേരളത്തില് ഒരു ആഫ്രിക്കക്കാരൻ കേരളത്തിൽ വരികയാണെന്ന് വിചാരിക്കും. അവന്റെ സംസാരം അവന് മലയാളം എന്ന് പറയുന്നില്ല, അവൻ ആഫ്രിക്കയിലെ ആ ഭാഷ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം ഇംഗ്ലീഷ് അറിയും. അപ്പൊ നമ്മുടെ സംസാരം പോലും തീർച്ചയായും നമ്മൾ ഇവിടുത്തുകാരല്ല എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുമായിരിക്കും എന്ന് മാത്രമല്ല, കേൾക്കുന്നവർക്ക് ആത്മീയ വർധന വരുത്തുന്നത് നല്ല വാക്കല്ല, ആകാത്തൊരു വാക്കും നിങ്ങളുടെ വായിൽ പുറപ്പെടും. അപ്പൊ ഇതായിരിക്കണം ഇവിടെ അന്യനാണ്, പരദേശിയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരുത്തന്റെ സംസാര ശൈലി ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് താല്പര്യം. ഇപ്പൊ ഒരു വെള്ളക്കാരൻ ഇവിടെ വരുമ്പോ അവൻ മലയാളം പറയുന്നില്ല, അവൻ ഇംഗ്ലീഷ് പറയുന്നത്. അവന്റെ ഭാഷ ഏതാ? ഈ ലോകക്കാരൻ്റെ ഒരു ഭാഷ, ഒരു സ്റ്റൈലുണ്ട്, സംസാര ശൈലിയുണ്ട്. നമ്മളും അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലോകക്കാരൻ തന്നെയാണ്. അപ്പൊ നമ്മളെ ഈ ലോകക്കാരാണോ, അതോ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നവരാണോ എന്ന് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആയത്. അപ്പൊ ഇവര് പറഞ്ഞു, പറഞ്ഞു, അവരുടെ ജീവിതം കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തുകാരല്ല. അപ്പോൾ ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ, അപ്പൊ എന്തോ ഒരു വാഗ്ദത്തം ഇവർക്ക് ദൈവം കൊടുത്തിരുന്നു. പക്ഷെ ആ വാഗ്ദത്തം ഇവർക്ക് കിട്ടി, ആ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചു. ദൈവം ഇവർക്ക് കൊടുത്തിരുന്ന വാഗ്ദത്തം, അബ്രഹാമിന്റെ ദൈവം പറഞ്ഞത്, ഈ കനാൻ നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. അപ്പൊ ഈ കനാനാണ് അബ്രഹാമിനും അവന്റെ സന്തതിക്കും ദൈവം കൊടുത്ത വാഗ്ദത്തം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്തം പ്രാപിച്ചു, പക്ഷെ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ ലളിതമായിട്ട് ഇങ്ങനെ ചിന്തിക്കാം. എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ചെക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 10 ലക്ഷം രൂപ എനിക്ക് കിട്ടിയെന്ന് തന്നെയാണ്, ഉറപ്പാ. പക്ഷെങ്കിൽ ആ ചെക്ക് മാറി
കിട്ടി ഒരു ബാങ്കിൽ ഏത് ബാങ്കിലെ ചെക്കാണോ ആ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഞാൻ ആ ചെക്ക് മാറി കറൻസി ആക്കാത്തിടത്തോളം സമയം എനിക്ക് ആ ചെക്ക് കൊണ്ട് ആ ചെക്ക് കിട്ടി എന്നുള്ളത് ശരിയാണ്. 10 ലക്ഷം രൂപയ്ക്കും എനിക്ക് അവകാശമുണ്ട്. പക്ഷെ എനിക്കത് കൈകാര്യം ചെയ്യണമെങ്കിൽ എനിക്കത് അവകാശമായിട്ട് എനിക്ക് നാളെ ആ പൈസ കൊണ്ട് പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഈ ചെക്കും കൊണ്ട് പോകാൻ ഒക്കത്തില്ല. അത് മാറ്റി കറൻസി ആക്കും. അപ്പൊ അങ്ങനെ അബ്രഹാമിന് നമ്മൾക്ക് ആ രീതിയിൽ ചിന്തിച്ചാൽ അബ്രഹാമിന് ചെക്ക് കിട്ടി, പക്ഷെ ചെക്ക് മാറ്റി കറൻസി ആയിട്ട് കിട്ടിയില്ല. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി, പക്ഷെ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. ആ വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ടു, അഭിമന്ദിച്ചു, തങ്ങൾ അന്യരും പരിദേശിയോട് വിശ്വാസത്തിൽ ലഭിച്ചു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുമോ?